എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വരുന്ന 19-ാം തീയതി സൺഡേ സബ് സ്റ്റാഫ് കാറ്റഗറിയിൽ നിന്നും ക്ലറിക്കൽ തസ്തികയിലേക്കുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് CSEB നടത്തുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോച്ചിങ് ക്ലാസ് ഓൺലൈൻ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ മുൻനിർത്തി നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കൊന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 1. Choose the correct article from the following. Football is dash most popular sport in the world. Option A, option B an, option C the, option D none of this. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആർട്ടിക്കിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ദായാണ്. മോസ്റ്റ് പോപ്പുലർ, അതായത് മോസ്റ്റ് പോപ്പുലർ എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഫോമാണ്. അതിനാപ്റ്റായി വരുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ്. അതായത് ഫുട്ബോൾ ഈസ് ഡാഷ് മോസ്റ്റ് പോപ്പുലർ സ്പോർട്ട് ഇൻ ദ വേൾഡ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ദായാണ്. ആർട്ടിക്കിൾസ് 3 തരത്തിലുണ്ട്, എ ആൻഡ് ദ. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളുണ്ട്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളുണ്ട്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ദായാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആണ് എയും ആനും. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ദായാണ്. ഫുട്ബോൾ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ സ്പോർട്ട് ഇൻ ദ വേൾഡ്. സോ ഹിയർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. Question number 2. Select the option that rectifies the spelling error in the underlined word. There was a long discussion about the liaison between the two departments. Option A liaison, option B liaison, option C liaison, option D liaison. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? തന്നിരിക്കുന്ന സെൻറ്റൻസിലെ വേർഡ്, അണ്ടർലൈൻ ചെയ്ത വേർഡിൽ ഒരു സ്പെല്ലിംഗ് എറർ ഉണ്ട്. അതിന് ആപ്റ്റായി വരുന്ന വാക്ക്, അത് വേർഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, കണ്ടുപിടിക്കാൻ. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ലയാസൺ ആണ് കറക്റ്റായിട്ട് വരുന്നത്. ദെയർ വാസ് എ ലോങ് ഡിസ്കഷൻ എബൌട്ട് ദ ലയാസൺ ബിറ്റ്വീൻ ദ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് ലയസൻ്റെ മീനിങ് വരുന്ന ബന്ധം, കമ്മ്യൂണിക്കേഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഒരു നീണ്ട നാളെ ഒരു ചർച്ച നടന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലയാസൺ. Question number 3. Choose the part of the sentence that contains an error. She gave me a good advice. Option A good, option B she gave me, option C a good advice, option D no error. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? തന്നിരിക്കുന്ന ഭാഗത്തെ, അതായത് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഒരു എറർ ഉണ്ട്, അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ എറർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, എ ഗുഡ് അഡ്വൈസ് എന്നുള്ളതാണ്. ഷീ ഗേവ് മി എ ഗുഡ് അഡ്വൈസ്. അഡ്വൈസ് എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അതിനോട് കൂടി നമ്മളൊരു ആർട്ടിക്കിളും ഉപയോഗിക്കേണ്ട. ഇവിടെ എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഹിയർ ഇസ് ദ റോങ് പാർട്ട് എന്ന് പറയുന്നത് എ ചേർത്തിരുന്നു. സോ സെൻറ്റൻസ് ക്ലിയർ ആവാൻ വേണ്ടി കറക്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഷീ ഗേവ് മി ഗുഡ് അഡ്വൈസ് എന്നാണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി എ ഗുഡ് അഡ്വൈസ്. Question number 4. The doctor advised me to dash drinking. Option A give out, option B give up, option C give back, option D give over. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മൾ കറക്റ്റ് ഫ്രേസൽ വെർബ് തന്നിരിക്കുന്നതിൽ നിന്നും ഏത് ആപ്റ്റായ ഫ്രേസൽ വെർബ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഗീവ് അപ്പ് ആണ്. ദ ഡോക്ടർ അഡ്വൈസ് മീ ടു ഗീവ് അപ്പ് ഡ്രിങ്കിങ്. ഡോക്ടർ നമ്മളോട് ഉപദേശിച്ചു നമ്മുടെ മദ്യപാനശീലം, അതായത് ഡ്രിങ്കിങ് ഹാബിറ്റ് ഉപേക്ഷിക്കുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. സോ ഹിയർ ഈസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ഗീവ് അപ്പ്. Question number 5. Fill in the blank with the most suitable preposition. Mithun is good dash English. Option A for, option B in, option C with, option D at. ചോദിച്ചിരിക്കുന്ന തന്നിരിക്കുന്ന സെൻറ്റൻസിലെ മോസ്റ്റ് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അറ്റ് ആണ്. മിഥുൻ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. അറ്റ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്ഥലം, ടൈം ഇവയൊക്കെ സൂചിപ്പിക്കുന്നതിനാണ്. അതുപോലെ തന്നെ ഒരു പേഴ്സണിൻ്റെ എബിലിറ്റി, സ്കില്ല് മെൻഷൻ ചെയ്യാനും അറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഹിയർ എന്ന് പറയുന്നത് മിഥുൻ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. മിഥുൻ ഇംഗ്ലീഷിൽ നല്ല അറിവുള്ള ആളായിരുന്നു എന്നാണ് വാക്യത്തിൻ്റെ അർത്ഥം. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അറ്റ്. Question number 6. Which one of the following pairs folk dance place of origin is not correctly matched? Option A യക്ഷഗാന രാജസ്ഥാൻ, ഓപ്ഷൻ ബി കൈകൊട്ടിക്കളി കേരള, ഓപ്ഷൻ സി ഭരതനാട്യം തമിഴ്നാട്, ഓപ്ഷൻ ഡി ബിഹു ആസാം. തന്നിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തെ പ്രാചീന കലാരൂപങ്ങളാണ്. യക്ഷഗാന എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റിലെയാണ്. അതുപോലെ കൈകൊട്ടിക്കളി വരുന്നത് കേരള സ്റ്റേറ്റിലെയാണ്. ഭരതനാട്യം വരുന്നത് തമിഴ്നാടാണ്. ബിഹു വരുന്നത് ആസാമിലാണ്. സോ ഇവിടെ തെറ്റായി കിടക്കുന്ന പേരെന്ന് പറയുന്നത് ഓപ്ഷൻ എ യക്ഷഗാന രാജസ്ഥാനാണ്. യക്ഷഗാന എന്ന ഫോക്ക് ഡാൻസ് പ്ലേസ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് കർണാടകയാണ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. Question number 7. Who is the brand ambassador for the Kerala State Sports Games 2025? Option A Sanju Samson, option B PR Srijesh, option C IM Vijayan, option D PT Usha. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2025 കേരള സ്റ്റേറ്റ് സ്പോർട്സ് ഗെയിംസിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണെന്നാണ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ എ സഞ്ജു സാംസൺ ആണ്.
സഞ്ജു സാംസൺ ആണ് 2025 കേരള സ്റ്റേറ്റിൻ്റെ സ്പോർട്സ് ഗെയിംസിൻ്റെ ബ്രാൻഡ് അംബാസഡർ. അതുപോലെ PR ശ്രീജേഷ് എന്ന് പറയുന്നത് അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. സോ ഹിയർ ഈസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ സഞ്ജു സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഹു വാസ് ദ ഫസ്റ്റ് മലയാളി ടു വോൺ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്? ഓപ്ഷൻ എ മോഹൻലാൽ, ഓപ്ഷൻ ബി അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ സി മധു, ഓപ്ഷൻ ഡി പ്രേം നസീർ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണെന്നാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണനാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളി. അതുപോലെ രണ്ടാമത്തെ മലയാളി, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ രണ്ടാമത്തെ മലയാളി എന്ന് പറയുന്നത് ശ്രീ മോഹൻലാലാണ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡാണ് മോഹൻലാൽ കരസ്ഥമാക്കിയത്. സോ ഇവിടെ ആൻസർ വരുന്നത് ആദ്യ മലയാളി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അടൂർ ഗോപാലകൃഷ്ണനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ഹു ഈസ് ദ കറന്റ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഓപ്ഷൻ എ അമിത് ഷാ, ഓപ്ഷൻ ബി രാജ്നാഥ് സിംഗ്, ഓപ്ഷൻ സി നിർമ്മല സീതാരാമൻ, ഓപ്ഷൻ ഡി നിതിൻ ഗഡ്കരി. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആരാണെന്നാണ്. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി രാജ്നാഥ് സിംഗ് ആണ്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ രാജ്നാഥ് സിംഗ് ആണ്. അതുപോലെ അമിത്ഷാ ഹാൻഡിൽ ചെയ്യുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആൻഡ് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ആണ്. നിർമ്മല സീതാരാമൻ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്ററാണ്. നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട്, അതായത് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ഹാൻഡിൽ ചെയ്യുന്നത് ശ്രീ നിതിൻ ഗഡ്കരിയാണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹു ഇസ് ദ കറന്റ് ഡിഫൻസ് മിനിസ്റ്റർ ആരാണെന്നാണ്. സോ ആൻസർ വരുന്ന ഓപ്ഷൻ ബി രാജ്നാഥ് സിംഗ്. ക്വസ്റ്റ്യൻ നമ്പർ 10. An art form in Kerala which is specified as ancient heritage form by UNESCO. ഓപ്ഷൻ എ ചാക്യാർകൂത്ത്, ഓപ്ഷൻ ബി കൂടിയാട്ടം, ഓപ്ഷൻ സി തുള്ളൽ, ഓപ്ഷൻ ഡി യക്ഷഗാന. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിൽ നിന്നുള്ളൊരു കലാരൂപം ഏതാണെന്നാണ്. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി കൂടിയാട്ടമാണ്. കൂടിയാട്ടമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ഒരു കലാരൂപം. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 11. The members to the Rajya Sabha in Kerala is ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 20, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 15. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ സി 9. 9 പേരാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 12. വേൾഡ് മെഡിറ്റേഷൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ഓപ്ഷൻ എ ഡിസംബർ 21, ഓപ്ഷൻ ബി ജൂൺ 21, ഓപ്ഷൻ സി ജനുവരി 21, ഓപ്ഷൻ ഡി നവംബർ 21. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വേൾഡ് മെഡിറ്റേഷൻ ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ്. ആൻസർ വരുന്ന ഓപ്ഷൻ എ ഡിസംബർ 21. ഡിസംബർ 21 വേൾഡ് മെഡിറ്റേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 30. ദ സ്റ്റേറ്റ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ തമിഴ്നാടു, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി കേരള, ഓപ്ഷൻ ഡി കർണാടക. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആസാമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ക്യാപിറ്റൽ ഓഫ് ത്രിപുര? ഓപ്ഷൻ എ കൊഹിമ, ഓപ്ഷൻ ബി ഷില്ലോങ്, ഓപ്ഷൻ സി ഇറ്റാനഗർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ത്രിപുരയുടെ ക്യാപിറ്റൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ആണ്. ത്രിപുരയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അഗർത്തലയാണ്. അതുപോലെ കൊഹിമ വരുന്നത് നാഗാലാൻഡിൻ്റെ ക്യാപിറ്റലാണ്. മേഘാലയയുടെ ക്യാപിറ്റലാണ് ഷില്ലോങ്. അരുണാചൽ പ്രദേശിൻ്റെ ക്യാപിറ്റലാണ് ഇറ്റാനഗർ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ത്രിപുരയുടെ ക്യാപിറ്റൽ എന്നാണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ അതിൻ്റെ ക്യാപിറ്റൽ ഇല്ല. സോ ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ത്രിപുരയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അഗർത്തലയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഹൂ ഈസ് ദ ഹയസ്റ്റ് ലീഗൽ അഡ്വൈസർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? ഓപ്ഷൻ എ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ബി അറ്റോർണി ജനറൽ, ഓപ്ഷൻ സി കംട്രോൾ ആൻഡ് ഓഡിറ്റ് ജനറൽ, ഓപ്ഷൻ ഡി അഡ്വക്കേറ്റ് ജനറൽ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹയസ്റ്റ് ലീഗൽ അഡ്വൈസർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ ബി അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ലീഗൽ അഡ്വൈസ് നൽകുന്ന ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നവർ. അതുപോലെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് ശ്രീ ആർ വെങ്കട്ടരമണിയാണ്. സോ ഹിയർ ഈസ് ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി അറ്റോർണി ജനറൽ. ക്വസ്റ്റ്യൻ നമ്പർ 16. വാട്ട് വിൽ കം അറ്റ് ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ പ്ലേസിൽ വരുന്ന നമ്പർ ഏതെന്ന് കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 9, 25, 49, ക്വസ്റ്റ്യൻ മാർക്ക് 121. ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 91, ഓപ്ഷൻ സി 64, ഓപ്ഷൻ ഡി 81. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത്, ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്പറും ലാസ്റ്റ് നമ്പറും ആദ്യം ഒന്ന് കൺസിഡർ ചെയ്യുക. അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ ആദ്യത്തെ നമ്പറും ലാസ്റ്റത്തെ നമ്പറും തമ്മിൽ അധികം വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ദെൻ അതുപോലെ തന്നെ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ്, തന്നിരിക്കുന്നത് ഏതിൻ്റെയെങ്കിലും സ്ക്വയർ ആണോ ഏതിൻ്റെയെങ്കിലും ക്യൂബാണോ നേരെ ഡിറക്റ്റ് നമ്മളോട് ചോദിക്കാം അല്ലേ. അപ്പം നമുക്ക് ആദ്യം അത് തന്നെ നോക്കാം.
1 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയർ ആണ്? നമുക്കറിയാം 1ൻ്റെ സ്ക്വയർ ആണ് 1 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് വൺ 9ൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ 9 ഏതിൻ്റെ സ്ക്വയർ ആണ്? ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് 9 എന്ന് നോക്കാം. 3 എന്ന നമ്പറിൻ്റെ സ്ക്വയർ ആണ് 9 അല്ലേ? 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 അല്ലേ? അപ്പോൾ 3യുടെ സ്ക്വയർ ആണ് 9. നെക്സ്റ്റ് വൺ 5ൻ്റെ സ്ക്വയർ ആണ് 25 എന്ന് പറയുന്നത്. 5ൻ്റെ സ്ക്വയർ ആണ് 25. ദെൻ 49 എന്നത് 7ൻ്റെ സ്ക്വയർ ആണ്. 7 സ്ക്വയർ ആണ് 49. നെക്സ്റ്റ് വൺ നമുക്കറിയില്ല. ദെൻ 121 എന്ന് പറയുന്നത് 11ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു സീരീസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും തുടർച്ചയായി വരുന്ന എന്താണ് ഓഡ് നമ്പേഴ്സിൻ്റെ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആണ് ഈ പോകുന്നത് അല്ലേ? അപ്പോൾ നോക്കാം 1, 3, 5, 7. നെക്സ്റ്റ് വരേണ്ടത് ഏതാണ്? 9ൻ്റെ സ്ക്വയർ ആണ്. 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് ആൻസർ വരിക? ഓപ്ഷൻ ഡി 81 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് വൺ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇൻ എ റോ ഓഫ് ഗേൾസ് Anju is 20th from left end and 17th from right end. How many girls are there in the row? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റോയിൽ ഒരു ഗേൾസിൻ്റെ ഒരു റോയാണ് അല്ലെങ്കിൽ ഒരു വരി തന്നിരിക്കുകയാണ്. അതിൽ അഞ്ജു എന്ന് പറയുന്ന കുട്ടി 20ാമത്തെ പൊസിഷനിൽ, അതായത് ലെഫ്റ്റ് എൻഡിൽ നിന്നും 20ാമത്തെ പൊസിഷനിലാണ് അഞ്ജു നിൽക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് റൈറ്റ് എൻഡിൽ നിന്നും അഞ്ജുവിൻ്റെ പൊസിഷൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 17ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വരിയിലെ ആകെ പെൺകുട്ടികളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഓൾറെഡി ഈ മെത്തേഡ് നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ ഈ ഒരു പ്രോബ്ലം ഒക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇടതുവശത്തു നിന്നും വലതുവശത്തു നിന്നുമുള്ള സ്ഥാനം തന്നാൽ അല്ലെങ്കിൽ മുകളിൽ നിന്നും താഴെ നിന്നുമുള്ള സ്ഥാനം തന്നാൽ എങ്ങനെ കണ്ടെത്താം? ആകെ ആ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം കാണണമെന്നാണെങ്കിൽ എന്താണ് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സും തമ്മിൽ അങ്ങ് കൂട്ടുക, 1 കുറയ്ക്കുക. രണ്ട് നമ്പേഴ്സും തമ്മിൽ കൂട്ടുക, 1 കുറയ്ക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഏതാണ്? 20ാമത്തെ പൊസിഷനിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 20 പ്ലസ് ദെൻ റൈറ്റിൽ നിന്ന് എത്രാമത്തെ പൊസിഷനാണ്? 17ാമത്തെ പൊസിഷനിലാണ്. 17 ദാറ്റ് ഈസ് ഈക്വൽ ടു 37. ഇവിടെ നിന്ന് നിർത്തരുത്, രണ്ടും കൂടി കൂട്ടുക, 1 കുറയ്ക്കുക, -1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 36 ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ ഏതാണ്? ഓപ്ഷൻ ഡി 36 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 18. A person starts traveling towards the north, then turns left, then right again, and finally turns left. In which direction is the person facing now? Option A north, option B south, option C west, option D east. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വ്യക്തി നോർത്ത് ഡിറക്ഷനിലേക്ക് യാത്ര ആരംഭിക്കുന്നു. അവിടെ നിന്നും അദ്ദേഹം ലെഫ്റ്റോട്ട് തിരിയുന്നു, ശേഷം റൈറ്റ് പൊസിഷനിലേക്ക് തിരിയുന്നു, ശേഷം വീണ്ടും റൈറ്റോട്ട് തിരിഞ്ഞു പോകുന്നു, ഫൈനലി ലെഫ്റ്റോട്ട് തിരിഞ്ഞ് യാത്ര നിർത്തുകയാണല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ഡിറക്ഷനിലേക്കാണ് അദ്ദേഹം ഫേസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വരച്ച് നോക്കാം അല്ലേ. ഒരു പേഴ്സൺ നോർത്ത് ഡിറക്ഷനിലേക്ക്, ഇതല്ലേ നോർത്ത് എന്ന് പറയുമ്പോൾ വടക്ക് ദിശയിലേക്ക് അല്ലേ, നോർത്ത് ഡിറക്ഷനിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ നിന്നും നോർത്ത് ഡിറക്ഷനിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. ശേഷം ദെൻ ടേൺസ് ലെഫ്റ്റ്, ഇടതുവശം തിരിഞ്ഞ് അദ്ദേഹം പോവുകയാണ് അല്ലേ. ലെഫ്റ്റ് ഡിറക്ഷനിലേക്ക് കുറച്ച് ദൂരം പോയി. ശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ദെൻ അവിടെ നിന്നും റൈറ്റോട്ട് പോവുകയാണ്, വലതുവശത്തേക്ക് പോവുകയാണ്. റൈറ്റ് വലതുവശത്തേക്ക് യാത്ര പോവുകയാണ്. ശേഷം ദിശയിലേക്ക് തിരിഞ്ഞ് സഞ്ചരിക്കുകയാണ്, റൈറ്റ് ദിശയിലേക്ക് തിരിഞ്ഞ് സഞ്ചരിക്കുകയാണ്. ആൻഡ് ഫൈനലി ടേൺസ് ലെഫ്റ്റ്, അവിടെ നിന്നും ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് അദ്ദേഹം യാത്ര അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ നിലവിൽ അദ്ദേഹം ഏത് ഡിറക്ഷനിലേക്കാണ് ഫേസ് ചെയ്യുന്നതെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താം അല്ലേ. ഇപ്പം നോക്കുന്നത് ഏതാണ്? ഈ ദിശയിലേക്കാണ്. ഈ ദിശയിലേക്കല്ലേ നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഏതാണ്? വടക്ക് ദിശയിലേക്ക് അല്ലെങ്കിൽ നോർത്തിലേക്കാണ് അദ്ദേഹം ഫേസ് ചെയ്യുന്നത്. ആൻസർ വരിക ഓപ്ഷൻ എ നോർത്ത് ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 19. A train with a speed of 72 km/h crosses a pole in 8 seconds. The length of the train is option A 120 meter, option B 160 meter, option C 140 meter and option D 180 meter. എന്താ പറഞ്ഞിരിക്കുന്നത്? 72 km/h വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ഒരു പോളിനെ 8 സെക്കൻഡ് കൊണ്ട് കടന്നു പോകുന്നു. അങ്ങനെയെങ്കിൽ ട്രെയിനിൻ്റെ നീളം കാണുക, ഡിസ്റ്റൻസ് കാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമുക്ക് നോക്കാം. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. നോക്കുക, സ്പീഡും ടൈമും തന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. സ്പീഡ് ഓഫ് ദ ട്രെയിൻ തന്നിട്ടുണ്ട് 72 km/h ആണ്. അപ്പോൾ 72 km/h ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ.
1 കിലോമീറ്റർ പെർ അവറിലും ആൻസറിലേക്ക് വന്നപ്പോൾ മീറ്ററിലുമാണ് തന്നിരിക്കുന്നത്. 2 യൂണിറ്റുകളും എപ്പോഴും എന്താണ്? ഒന്നാവണം. അപ്പോൾ എന്ത് ചെയ്യണം? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി വലുതിനെ ചെറുതിലേക്കാണ് കൊണ്ടുവരേണ്ടത്. എന്ത് ചെയ്യണം? 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 5/18. ഇനി നോക്കാം, നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ടൈം തന്നിട്ടുണ്ടോ? കൃത്യമായിട്ട് സെക്കൻഡ്സിൽ തന്നെ തന്നിരിക്കുന്നു. 8 സെക്കൻഡ് ആണ്. ഇൻറ്റു 8 സെക്കൻഡ്സ്. നമുക്ക് ചെയ്ത് നോക്കാം. 18 4s are 72 അല്ലേ? 18 4s are 72. 4 into 5 is equal to 20. 20 into 8 എന്ന് പറയുന്നത് 160 മീറ്റർ ആണ്. ആൻസർ ഈസ് ഈക്വൽ ടു 160 മീറ്റർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, P is the mother of K. K is the sister of D. D is the father of J. How is P related to J? Option A mother, option B grandmother, option C aunt, option D data inadequate. എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? പി എന്ന് പറയുന്നത് കെയുടെ അമ്മയാണ്. നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം അല്ലേ? പി ഈസ് ദ മദർ ഓഫ് കെ. പി എന്നത് കെയുടെ അമ്മയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പി ഈസ് ദ മദർ ഓഫ് കെ. ദെൻ കെ ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി. കെ എന്ന് പറയുന്നത് ഡിയുടെ സിസ്റ്റർ ആണ്. കെ ഈസ് ദ സിസ്റ്റർ ഓഫ് ഡി. ദെൻ ഡി ഈസ് ദ ഫാദർ ഓഫ് ജെ. ഡി എന്ന് പറയുന്നത് ജെയുടെ ഫാദർ ആണ്. ഡി ഈസ് ദ ഫാദർ ഓഫ് ജെ. ദെൻ നെക്സ്റ്റ് വൺ, ഹൗ ഈസ് പി റിലേറ്റഡ് ടു ജെ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. പി ജെയുമായി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? ഇവർ തമ്മിലെ റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. പിയുടെ മകനോ മകളോ ആണ് ജെ എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ചെയ്ത് വരും. പി എന്നത് ജെയുടെ ഗ്രാൻഡ് മദർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് എ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ? ഓപ്ഷൻ എ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, ഓപ്ഷൻ ബി ക്യാഷ് ട്രേഡിംഗ്, ഓപ്ഷൻ സി പാർട്ടനേജ് ഡിവിഡൻഡ്, ഓപ്ഷൻ ഡി പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ റോക്ക്ഡെയിൽ പൈനേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസ് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ക്യാഷ് ട്രേഡിംഗ്, പാർട്ടനേജ് ഡിവിഡൻഡ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇതെല്ലാം എന്താണ്? റോക്ക്ഡെയിൽ പൈനേഴ്സിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ അല്ലാത്തത് ഏതാണ്? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. 1994 ഇയാൻ മക്ഫേഴ്സൺ നിലവിലുണ്ടായിരുന്ന പ്രിൻസിപ്പിൾസിനെ റിവൈസ് ചെയ്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അതിൽ ആഡ് ചെയ്തു വന്ന പ്രിൻസിപ്പിളാണത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി അഥവാ ലാസ്റ്റ് ആർഡർ പ്രിൻസിപ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ ആണ്, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഇംപ്ലൈസ് എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ബ്രദർഹുഡ് എമംഗ് കോപ്പറേറ്റീവ്സ് ഓഫ് ദ വേരിയസ് കൺട്രീസ് ഓഫ് ദ വേൾഡ്? ഓപ്ഷൻ എ കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, ഓപ്ഷൻ ബി കോപ്പറേറ്റീവ് അസോസിയേഷൻ, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് യൂണിയൻ, ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലെ കോപ്പറേറ്റീവ്സ് തമ്മിലുള്ള ഒരു ബ്രദർഹുഡ് എങ്ങനെയാണ്? എക്കണോമിക് ആയിട്ട്, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ബ്രദർഹുഡ് എമംഗ് കോപ്പറേറ്റീവ്സ് ഓഫ് ദ വേരിയസ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. അതിൻ്റെ ആൻസർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വരുന്നത് എന്താണ്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആണ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് ഡോക്ടർ DR ഗാഡ്ഗിലാണ്. ഇവിടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ എ ആണ്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോഷ്യലിസം ഈസ് എ സിസ്റ്റം വെയർ ഇൻ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ? ഓപ്ഷൻ എ ദ സ്റ്റേറ്റ്, ഓപ്ഷൻ ബി ദ ബിസിനസ് മാൻ, ഓപ്ഷൻ സി ദ പ്രൈവറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? സോഷ്യലിസം എന്താണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അതായത് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ. സോഷ്യലിസത്തിൽ ആരുടെ കയ്യിലാണോ മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ആരുടെ കയ്യിലാണ് വരിക? സ്റ്റേറ്റിൻ്റെ കയ്യിലാണ്. നമ്മൾ സോഷ്യലിസം, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണ് എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അതേസമയം സോഷ്യലിസം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ആയിരിക്കും ഇതെല്ലാം കൈകാര്യം ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അപ്പോൾ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, ദ സ്റ്റേറ്റ് ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലോസ് ഈസ് ദ ബേസിസ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969? ഓപ്ഷൻ എ ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904, ഓപ്ഷൻ ബി ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912, ഓപ്ഷൻ സി ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 ആൻഡ് 1912, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ബേസിസ് ആയിട്ട് വരുന്ന ലോസ്, നിയമങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷനാണ്. 25/3/1904 ഇത് നിലവിൽ വരുന്നത്. അതായത് ആദ്യത്തെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരുന്നു. പിന്നീട് വന്നതാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എന്ന് പറയുന്നത്. എന്താണ്? 1/3/1912. അതായത് 1904 വന്ന ആ ആക്ടിൻ്റെ ഡിഫക്റ്റുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് വന്ന
അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വന്ന ആക്ട് ആണ് ഇതെന്ന് പറയുക, ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എന്ന് പറയുക. ഇത് രണ്ടും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ബേസ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 ആൻഡ് 1912 ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് ഇനാക്റ്റഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 1975, ഓപ്ഷൻ ബി 1980, ഓപ്ഷൻ സി 1982, ഓപ്ഷൻ ഡി 1984. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏത് വർഷമാണ് ഇനാക്ട് ചെയ്തത് എന്നാണ് വരുന്നത്? 1984 ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിലൊക്കെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 ഇനാക്ട് ചെയ്തത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി 26 നോക്കാം. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 1960, ഓപ്ഷൻ ബി 1954, ഓപ്ഷൻ സി 1964, ഓപ്ഷൻ ഡി 1974. അതായത് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1954. RBI 1951 അപ്പോയിന്റ് ചെയ്യുകയും അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1954. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന കമ്മിറ്റിയാണ് സർവേ കമ്മിറ്റി എന്ന് പറയുക. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി 1954 ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. NCDC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ. ഓപ്ഷൻ എ 14th March 1964, ഓപ്ഷൻ ബി 14th March 1963, ഓപ്ഷൻ സി 14th April 1963, ഓപ്ഷൻ ഡി 14th April 1964. NCDC എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. NCDC ആക്ട് 1962 പ്രകാരം 14 മാർച്ച് 1963 എന്ത് ചെയ്തത്? NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അതേപോലെ NCDCയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹി ആണെന്ന് കൂടി ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NDDB ഈസ് അറ്റ്. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി അമൂൽ, ഓപ്ഷൻ സി ആനന്ദ്, ഓപ്ഷൻ ഡി കൈറ. ചോദിച്ചിരിക്കുന്നത് എന്താണ്? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് എവിടെയാണ്? ഗുജറാത്തിൽ ആനന്ദാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി എന്നാണ് NDDB രൂപീകരിച്ചത്? 16 ജൂലൈ 1965. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നബാർഡ് വാസ് ക്രിയേറ്റഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ഹസാരി കമ്മിറ്റി, ഓപ്ഷൻ ബി AIRCS കമ്മിറ്റി, ഓപ്ഷൻ സി AIRCR കമ്മിറ്റി, ഓപ്ഷൻ ഡി ക്രാഫി കാർഡ് കമ്മിറ്റി. ചോദിച്ചിരിക്കുന്നത് എന്താണ്? നബാർഡ് രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1979 RBI അപ്പോയിന്റ് ചെയ്ത ക്രാഫി കാർഡ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ B ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കുന്നത്. ക്രാഫി കാർഡ് കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1981. അതേ വർഷം തന്നെ എന്ത് ചെയ്തു? നബാർഡ് ആക്ട് 81 തന്നെ രൂപീകരിച്ചു. അതുപോലെ 12 ജൂലൈ 1982 നബാർഡ് രൂപീകരിക്കുക. അപ്പോൾ ഇവിടെ നബാർഡ് വന്നത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, ക്രാഫി കാർഡ് കമ്മിറ്റിയാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NHB ഈസ് അറ്റ് ഡാഷ്. ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി ബാംഗ്ലൂർ. ചോദിച്ചിരിക്കുന്നത് എന്താണ്? നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയാണ്. NHB രൂപീകരിച്ചത് എന്നാണ്? 9 ജൂലൈ 1988. NHB ആക്ട് 1987 ആണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ NHB എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സബ്സിഡിയറി ഓഫ് RBI ആയിരുന്നു. എന്നാൽ 2019 മുതൽ ഇപ്പോൾ എന്താണ്? ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, ന്യൂഡൽഹിയാണ് NHBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരിക. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The word limited or its equivalent shall be last word in the name of the society is mentioned in. First option section 5 subsection 1, second option rule 5 subsection 2, third option rule 5 subsection 1, fourth option section 5 subsection 2. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ വേർഡ് ലിമിറ്റഡ്, ക്ലിപ്തം എന്നുള്ളത് അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഷാൾ ബി ദ ലാസ്റ്റ് വേർഡ് ഇൻ ദി നെയിം ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ ഒരു ലാസ്റ്റ് വേർഡായിട്ട് വരണം. അത് മെൻഷൻ ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏത് സെക്ഷൻ അല്ലെങ്കിൽ ഏത് റൂളിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സെക്ഷൻ 5 ആണ്, രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. സെക്ഷൻ 5 സബ്സെക്ഷൻ 2. 31ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ് ആൻസർ. സെക്ഷൻ 5 സബ്സെക്ഷൻ 2ലാണ് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ ഓഫ് KCS ആക്ട് ആൻഡ് റൂൾസ്? ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ 2E, സെക്കൻഡ് ഓപ്ഷൻ സെക്ഷൻ 2ED, തേർഡ് ഓപ്ഷൻ സെക്ഷൻ 2D, ഫോർത്ത് ഓപ്ഷൻ സെക്ഷൻ 2B. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഈസ് ഡിഫൈൻഡ് ഏത് സെക്ഷനിലാണ് ഡിഫൈൻ ചെയ്യുന്നത്? സെക്ഷൻ 2-ലാണ്. സെക്ഷൻ 2EDയിലാണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ
കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഏതാ? സെക്ഷൻ 80B സെക്ഷൻ 80B. 32ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേറെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ KCS Act 1969. The registrar shall issue a certificate of registration in form number dash. First option 3, second option 4, third option 5, fourth option 6. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ KCS Act അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ദ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യും. അത് ഏത് ഫോം നമ്പറിലാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 33ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്, ഫോം നമ്പർ 3. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിത്തിൻ ഡാഷ് ഫ്രം ദി ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ദ ചീഫ് പ്രൊമോട്ടേഴ്സ് thereof shall convene the first general body meeting of all person who had signed the application for registration of a society. First option 4 months, second option 3 months, third option 6 months, fourth option 1 year. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ ഫ്രം ദി ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ മുതൽ എത്ര നാളിനുള്ളിൽ ദ ചീഫ് പ്രൊമോട്ടർ thereof shall convene the first general body meeting വിളിച്ച് ചേർക്കണമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ച് ചേർക്കേണ്ട ഓൾ പേഴ്സൺ ഹു ഹാഡ് സൈൻ ദി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി. സൊസൈറ്റി രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ സൈൻ ചെയ്തിട്ടുള്ള വ്യക്തികളുടെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ജനറൽ ബോഡി അവരാണ് വിളിച്ച് ചേർക്കേണ്ടത്. ആരാണ് വിളിച്ച് ചേർക്കുന്നത്? ചീഫ് പ്രൊമോട്ടറാണ്. അത് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ മുതൽ എത്ര നാളിനുള്ളിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റൂൾ 8 ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. എത്ര നാളിനുള്ളിലാണ്? 3 monthsനുള്ളിലാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Every proposal for amendment to the bylaws of a society shall be made only by a resolution passed by a dash majority of the members present and voting. First option 2/3, second option simple, third option 1/4, fourth option 3/4. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അമെൻമെൻറ്റിനുള്ള എവറി പ്രൊപ്പോസൽ ബൈലോ ആയിട്ട് ബന്ധപ്പെട്ട് ബൈലോ അമെൻമെൻറ്റിനുള്ള എവറി പ്രൊപ്പോസൽ ഷാൾ ബി മെയ്ഡ് ബൈ എ അതുമായിട്ട് ബന്ധപ്പെട്ട് റെസൊല്യൂഷൻ പാസ് ചെയ്യണം ജനറൽ ബോഡി മീറ്റിംഗ്. മജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. എത്ര മജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിങ്ങിൽ ആ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്ന ഏത് മജോറിറ്റിയിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സിമ്പിൾ മജോറിറ്റി ആണോ, 2/3 ആണോ, 1/4 ആണോ, 3/4 ആണോ? കൃത്യമായിട്ട് തന്നെ സെക്ഷൻ 12 റൂൾ 9 ആണ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ. എത്ര മജോറിറ്റിയിലാണ്? 2/3 മജോറിറ്റിയിലാണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ 2/3. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ചാപ്റ്റർ ഇൻ KCS Act ആൻഡ് റൂൾസ് ഡീൽസ് വിത്ത് മെമ്പർഷിപ്പ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ദെയർ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്? ഫസ്റ്റ് ഓപ്ഷൻ ചാപ്റ്റർ 1, സെക്കൻഡ് ഓപ്ഷൻ ചാപ്റ്റർ 2, തേർഡ് ഓപ്ഷൻ ചാപ്റ്റർ 3, ഫോർത്ത് ഓപ്ഷൻ ചാപ്റ്റർ 4. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള ഏത് ചാപ്റ്ററിലാണ് KCS Act ആൻഡ് റൂൾസിൻ്റെ ഏത് ചാപ്റ്ററാണ് ഡീൽ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പും അതുപോലെ തന്നെ അവരുടെ റൈറ്റ് ആൻഡ് ലയബിലിറ്റീസും? 36ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, ചാപ്റ്റർ 3. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഹു ഹാസ് നോട്ട് അറ്റൈൻ ദി ഏജ് ഓഫ് ഡാഷ് ഇയേഴ്സ് ഷാൾ ബി എലിജിബിൾ ഫോർ അഡ്മിഷൻ ആസ് എ മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ 40, സെക്കൻഡ് ഓപ്ഷൻ 45, തേർഡ് ഓപ്ഷൻ 50 years, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ ഏജ് എത്ര അറ്റൈൻ ചെയ്യരുത്, ഏജ് എത്ര അറ്റൈൻ ചെയ്യരുത്, നോട്ട് അറ്റൈൻ ദി ഏജ് ഓഫ്, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 37ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ 16 പറയുന്നതാണ് നോട്ട് അറ്റൈൻ ദി ഏജ് ഓഫ് 45 years ആണ് ഷാൾ ബി എലിജിബിൾ ഫോർ അഡ്മിഷൻ ആസ് എ മെമ്പേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. 37ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് 45. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഓഫ് ദി ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ? ഫസ്റ്റ് ഓപ്ഷൻ 3 months, സെക്കൻഡ് ഓപ്ഷൻ 6 months, തേർഡ് ഓപ്ഷൻ 1 year, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ ബോഡി മീറ്റിംഗ്, അത് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 29. എ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് ഡാഷ് ഓഫ് ദി ക്ലോസ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ? ഫിനാൻഷ്യൽ ക്ലോസ് ചെയ്ത് എത്ര നാളിനുള്ളിലാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തേണ്ടത്? സെക്ഷൻ 29. എത്ര നാളിനുള്ളിൽ? വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ആണ്. അപ്പോൾ 38ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻക്വയറി ബൈ രജിസ്ട്രാർ, ഇൻക്വയറി formal investigation is mentioned in which section of KCS Act? First option section 63, second option section 61, third option section 65, fourth option section 68. section 65ലാണ് എൻക്വയറി ബൈ രജിസ്ട്രാർ. 39ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്പ്യൂട്ട് ടു ബി ഡിസൈഡഡ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്, സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ, തേർഡ് ഓപ്ഷൻ ട്രിബ്യൂണൽ, ഫോർത്ത് ഓപ്ഷൻ എ ആൻഡ് ബി.
സെക്ഷൻ 69 ഡിസ്പ്യൂട്ട് ഡിസൈഡഡ് ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ. ആ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് നോൺ മോണിറ്ററിയും രജിസ്ട്രാർ മോണിറ്ററിയും. അപ്പം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആൻഡ് രജിസ്ട്രാർ. അപ്പോൾ എ ആൻഡ് ബി വരും. 40ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഡീൽസ് വിത്ത് റൂൾ ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ 56, സെക്കൻഡ് ഓപ്ഷൻ 55, തേർഡ് ഓപ്ഷൻ 54, ഫോർത്ത് ഓപ്ഷൻ 53. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഡീൽ ചെയ്യുന്ന റൂൾ ഏതാണ്? 41ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്, റൂൾ 53. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോ പാർട്ട് ഓഫ് ദി ഫണ്ട്സ് അതർ ദാൻ ദി ഡാഷ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി paid by way of bonus or dividend or otherwise distributed among its members. First option share capital, second option net profit, third option reserve fund, fourth option investment. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഫണ്ട് മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ള സൊസൈറ്റി ഷാൾ ബി പെയ്ഡ് ബൈ വേ ഓഫ് ബോണസും ഡിവിഡൻറ്റും ഒക്കെ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇറ്റ്സ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ? 42ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഏതാണ്? സെക്ഷൻ 55 പറയുന്നതാണ്. ഫണ്ട്സ് നോട്ട് ടു ബി ഡിവൈഡഡ്. ഏത് ഫണ്ട്സ് മാത്രമാണ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? നെറ്റ് പ്രോഫിറ്റ് ആണ്. അപ്പം 42ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി, നെറ്റ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാവ് ദി പവർ ടു അപ്പോയിൻറ്റ് ലിക്വിഡേറ്റർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഫസ്റ്റ് ഓപ്ഷൻ RCS, സെക്കൻഡ് ഓപ്ഷൻ ഗവൺമെൻറ്, തേർഡ് ഓപ്ഷൻ RCS ഓർ ഗവൺമെൻറ്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ആരാണ് ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളത്? സെക്ഷൻ 72 ആണ് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് സെക്ഷൻ 72 ആണ്. ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെക്ഷൻ 72 പ്രകാരം ആരാണ്? രജിസ്ട്രാറാണ്. അപ്പോൾ 43ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ, RCS, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. 44 ഡാഷ് മീൻസ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റി അഗൻസ്റ്റ് വിച്ച് or any person against whom a degree has been obtained. First option sale officer, second option defaulter, third option degree holder, fourth option default. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആർക്ക് അഗൻസ്റ്റ് ആണോ ഒരു ഡിഗ്രി ഒപ്റ്റൈൻ ചെയ്തിട്ടുള്ളത്? ഡാഷ് മീൻസ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റി അഗൻസ്റ്റ് വിച്ച് എനി പേഴ്സൺ അഗൻസ്റ്റ് ഹും എ ഡിഗ്രി ഹാസ് ബീൻ ഒപ്റ്റൈൻഡ്. ഏത് വ്യക്തിക്ക് അഗൻസ്റ്റായിട്ട് ഒരു ഡിഗ്രി ഒപ്റ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിനെ പറയുന്ന പേരെന്താണ്? ആർക്ക് അഗൻസ്റ്റ് ആണോ? ഡിഗ്രി ഒപ്റ്റൈൻ ചെയ്യുന്ന വ്യക്തിനെ ഡിഗ്രി ഹോൾഡറും ആർക്ക് അഗൻസ്റ്റ് ആണോ? ഡാഷ് മീൻസ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റി അഗൻസ്റ്റ് വിച്ച്. അപ്പോൾ ഡിഫോൾട്ടറാണ്. 44ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി, വീഴ്ചക്കാരൻ, ഡിഫോൾട്ടർ. ഇത് ഡിഫോൾട്ടറിനെ കുറിച്ച് റൂൾ 2E ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ 44ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേർ ആൻ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ഈസ് നോട്ട് ഡിസ്പോസ്ഡ് ഓഫ് വിത്തിൻ 60 days. The applicant may make first option revision, second option request, third option representation, fourth option appeal. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ 60 ദിവസത്തിനുള്ളിലാണ് തീരുമാനം എടുക്കേണ്ടത്. 60 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ട ആപ്ലിക്കൻറ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? റിവിഷനാണോ, റിക്വസ്റ്റ് ആണോ, റെപ്രസെൻറ്റേഷൻ ആണോ, അപ്പീലാണോ, ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടി പറ്റും. റെപ്രസെൻറ്റേഷൻ. 45ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, റെപ്രസെൻറ്റേഷനാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു SPCS? ഓപ്ഷൻ എ പ്രൈമറി സൊസൈറ്റി, ഓപ്ഷൻ ബി ഇന്ത്യ പ്രസ്, ഓപ്ഷൻ സി നാഷണൽ ബുക്ക് സ്റ്റോൾ, ഓപ്ഷൻ ഡി ഫെഡറൽ സൊസൈറ്റി. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ SPCSുമായിട്ട് റിലേറ്റഡ് അല്ലാത്തത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം SPCS സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? വൺ ആൻഡ് ഓൺലി റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് എന്നാണ്. 30/4/1945 ഇത് രൂപീകരിക്കുന്നത്. അതൊരു പ്രൈമറി സൊസൈറ്റി ആയിട്ടാണ് രൂപീകരിക്കുന്നത്. അതുപോലെ അവരുടെ പ്രസിൻ്റെ പേരാണ് ഇന്ത്യ പ്രസ് എന്ന പേരിൽ അറിയപ്പെടുക. ബുക്ക് സ്റ്റോളാണ് നാഷണൽ ബുക്ക് സ്റ്റോൾ. അതുപോലെ നമ്മൾ പറഞ്ഞു പ്രൈമറി സൊസൈറ്റിയാണ്. അപ്പോൾ ഈ പറയുന്ന SPCSുമായിട്ട് റിലേറ്റഡ് അല്ലാത്തത് ഏതാ വരിക? ഫെഡറൽ സൊസൈറ്റിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരിക. ഇനി 47 നോക്കാം. PACS ഇൻ കോർപ്പറേഷൻ സ്റ്റാൻഡ്സ് ഫോർ. ഓപ്ഷൻ എ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ഓപ്ഷൻ ബി പ്രൈമറി അസോസിയേഷൻ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഓപ്ഷൻ സി പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഓപ്ഷൻ ഡി പ്രൈമറി അസോസിയേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. PACS എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫുൾ നെയിമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. PACS എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്നാണ് അതിൻ്റെ ഫുൾ നെയിം പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ സെക്ഷൻ 2OAA പ്രകാരം PACS ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആൻസർ വരിക ഏതാണ്? ഓപ്ഷൻ എ ആണ്, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി.
48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു പ്രിപ്പയർഡ് ദ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ഇൻ PKDB? ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി സെക്രട്ടറി, ഓപ്ഷൻ സി വാലുവേഷൻ ഓഫീസർ, ഓപ്ഷൻ ഡി അഗ്രികൾച്ചർ ഓഫീസർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? PKD ബാങ്കിൽ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ആരാണ്? അഗ്രികൾച്ചർ ഓഫീസറാണ് ആൻസർ ആയിട്ട് വരിക. അതായത് PKDB ലോൺ സാങ്ഷൻ ആക്കുന്നതിന് മുന്നേ തന്നെ മെമ്പേഴ്സിൻ്റെ ലാൻഡ് വിസിറ്റ് ചെയ്തതിന് ശേഷം അവിടെ എത്രമാത്രം ഇമ്പ്രൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്, അതുപോലെ എത്ര എമൗണ്ട് ലോൺ സാങ്ഷൻ ചെയ്യണം, ആ ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ വരണമെങ്കിൽ എന്നുള്ള ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ഈ വിസിറ്റ് നടത്തിയിട്ട് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി അഗ്രികൾച്ചർ ഓഫീസറാണ്. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ? ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി കണ്ണൂർ, ഓപ്ഷൻ സി കോഴിക്കോട്, ഓപ്ഷൻ ഡി കൊച്ചി. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ അഥവാ മാർക്കറ്റ് ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുക എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരിക കൊച്ചിയാണ്. 1978 ഹെഡ് ക്വാർട്ടേഴ്സ് എങ്ങോട്ട് വന്നത്? കൊച്ചിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അതിന് മുന്നേ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? കോഴിക്കോടായിരുന്നു സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ എവിടെയാണ്? ഓപ്ഷൻ ഡി കൊച്ചിയാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഹൗസ് ഫെഡ്? ഓപ്ഷൻ എ കാലിക്കറ്റ്, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി കൊച്ചിൻ. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗസ് ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്, കൊച്ചിനാണ്. എന്നാണ് ഹൗസ് ഫെഡ് രജിസ്റ്റർ ചെയ്തത്? 23/9/1970. അതുപോലെ അവർ പ്രവർത്തനം ആരംഭിച്ചത് 24/9/1970 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരഫെഡ് ഈസ് and dash society? Option A industrial processing, option B agriculture processing, option C agro industrial, option D none of these. കേരഫെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് തരത്തിലുള്ള സൊസൈറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരഫെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൺ ആൻഡ് ഓൺലി അപ്പെക്സ് അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ് കേരഫെഡ് എന്ന് പറയുക. എന്നാണ് കേരഫെഡ് രജിസ്റ്റർ ചെയ്തത്? 4/2/1987. അതുപോലെ അവർ പ്രവർത്തനം ആരംഭിച്ചത് 16/9/1987 ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് ആണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റെയ്ഡ്കോ ഈസ് എൻഗേജ്ഡ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാഷ് മെഷീനറി? ഓപ്ഷൻ എ ആയുർവേദിക്, ഓപ്ഷൻ ബി അരക്കനട്ട്, ഓപ്ഷൻ സി അഗ്രോ, ഓപ്ഷൻ ഡി മീറ്റ് പ്രോസസ്സിംഗ്. റെയ്ഡ്കോ ഏത് തരത്തിലുള്ള മെഷീനറിയുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഗ്രോ മെഷീനറീസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി എവിടെയാണ് റെയ്ഡ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുക? കണ്ണൂരാണ്. അതുപോലെ തന്നെ റെയ്ഡ്കോ രജിസ്റ്റർ ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 31 ഓഗസ്റ്റ് 1972 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 53ാമത്തെ ക്വസ്റ്റ്യൻ. ദ ക്യാംകോ ഈസ് രജിസ്റ്റേർഡ് അണ്ടർ? ഓപ്ഷൻ എ മൾട്ടി സ്റ്റേറ്റ് ആക്ട്, ഓപ്ഷൻ ബി KCS ആക്ട്, ഓപ്ഷൻ സി മദ്രാസ് കോപ്പറേറ്റീവ് ആക്ട്, ഓപ്ഷൻ ഡി കർണാടക കോപ്പറേറ്റീവ് ആക്ട്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ക്യാംകോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാംകോ രജിസ്റ്റർ ചെയ്തത് മൾട്ടി സ്റ്റേറ്റ് ആക്ട് അനുസരിച്ചിട്ടാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ക്യാംകോയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഏതൊക്കെയാണ്? കേരളം അതുപോലെ കർണാടകയാണ്. ക്യാംകോ രജിസ്റ്റർ ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 11 ജൂലൈ 1973 ആണെന്നും കൂടി ഓർത്തിരിക്കുക. 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? ആപ്കോസ്, RCMBU, മിൽമ. അതായത് കോപ്പറേറ്റീവ് ഡയറി സെക്ടർ 3 ടയർ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ ഓരോന്നാണ് തന്നിരിക്കുന്നത്. മിൽമ, RCMBU, ആപ്കോസ്. റൈറ്റ് സൈഡിൽ അത് ഏത് ലെവലാണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മാച്ച് ചെയ്ത് നോക്കാം. ആപ്കോസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറി സെക്ടറിൻ്റെ എന്താണ്? 3 ടയർ സ്ട്രക്ചറിൽ വരിക. ഏതാണ്? ബേസ് ലെവലിൽ വരുന്നതാണ് ആപ്കോസ് എന്ന് പറയുക. ഇനി RCMBU ഏതാണ്? സെൻട്രൽ ലെവലിലാണ് വരിക. മിൽമ എന്ന് പറയുന്നത് ഇവരുടെ അപ്പെക്സ് ആണ്, സ്റ്റേറ്റ് ലെവലാണ് വരിക. അപ്പോൾ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ്. 1B, 2C, 3A ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദ ഫ്രൂട്ട് ജ്യൂസ് മാർക്കറ്റഡ് ബൈ മിൽമ? ഓപ്ഷൻ എ റിഫ്രഷ്, ഓപ്ഷൻ ബി മാ, ഓപ്ഷൻ സി ഫ്രൂട്ടി, ഓപ്ഷൻ ഡി റിയൽ. ചോദിച്ചിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മിൽമ മാർക്കറ്റ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാംഗോ ഫ്ലേവറിൽ മിൽമ പ്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത ഫ്രൂട്ട് ജ്യൂസാണ് റിഫ്രഷ് എന്ന പേരിൽ അറിയപ്പെടുക. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹാൻഡെക്സ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ? ഓപ്ഷൻ എ 1961, ഓപ്ഷൻ ബി 1965, ഓപ്ഷൻ സി 1967, ഓപ്ഷൻ ഡി 1969. ഹാൻഡെക്സ് ഫോം ചെയ്തത് 1961. അതുപോലെ തന്നെ ഇതൊരു പ്രൊഡ്യൂസേഴ്സ് ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതുപോലെ തന്നെ 2 ടയർ സ്ട്രക്ചറാണ് ഹാൻഡെക്സ് ഫോളോ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
57ാമത്തെ ക്വസ്റ്റ്യൻ കൊയർഫെഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഓഫ് ഓപ്ഷൻ എ 1980, ഓപ്ഷൻ ബി 1979, ഓപ്ഷൻ സി 1978, ഓപ്ഷൻ ഡി 1976. ചോദിച്ചിരിക്കുന്നത് എന്താണ്? കൊയർഫെഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൊയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1979ലാണ്. ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴയാണ്. അതുപോലെ തന്നെ അവരൊരു പബ്ലിക്കേഷൻ്റെ പേര് ഓർത്തിരിക്കുക, കൊയർ വ്യവസായം. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ബി 1979 ആണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ULCCS എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ്. ഓപ്ഷൻ എ 10/2/1925, ഓപ്ഷൻ ബി 13/2/1925, ഓപ്ഷൻ സി 11/2/1925, ഓപ്ഷൻ ഡി 12/2/1925. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് ആണ് 13/2/1925. ഏകദേശം 100 വർഷം മുമ്പാണ് എന്ത് ചെയ്തത്? ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൗണ്ടറായിട്ട് പ്രവർത്തിച്ചത് വാഗ്ഫടാനന്ദ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ആ സമയത്ത് അതിൻ്റെ പേര് ഊരാലുങ്കൽ ലേബറേഴ്സ് മ്യൂച്വൽ എയ്ഡ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നതിനെ റീനെയിം ചെയ്തത്. അപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് ഓർക്കുക 13/2/1925, ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് കോപ്പറേറ്റീവ്സ് ഈസ് എ ഡാഷ് സൊസൈറ്റി. ഓപ്ഷൻ എ അപ്പെക്സ്, ഓപ്ഷൻ ബി സെൻട്രൽ, ഓപ്ഷൻ സി ഫെഡറൽ, ഓപ്ഷൻ ഡി പ്രൈമറി. ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതായത് അതിൻ്റെ താഴെ വരുന്ന പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക, അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്ന സെൻട്രൽ സൊസൈറ്റിയാണ് കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 60ാമത്തെ ക്വസ്റ്റ്യൻ ഹെഡ് ക്വാർട്ടർ ഓഫ് ടൂർഫെഡ് ഈ സെറ്റ്. ഓപ്ഷൻ എ എറണാകുളം, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടൂർഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ്. നമുക്കറിയാം കേരളത്തിലെ പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ്സിൻ്റെ സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷനാണ് ടൂർഫെഡ് എന്ന് പറയുന്നത്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇനി അതുപോലെ തന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 24/11/2011. അതുപോലെ 2 ടയർ സ്ട്രക്ചറാണ് ഇവർ ഫോളോ ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരിക 60ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ്. Question number 61. When loans and advances are given, the relationship of a bank with the customer is option A creditor debtor, option B debtor creditor, option C lessor lessee and option D principal and agent. എന്താ ചോദിച്ചിരിക്കുന്നത്? ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്ന കേസിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ക്രെഡിറ്റർ ഡെപ്റ്റർ ആണ്. ലോൺസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ലോൺ കൊടുക്കുന്നത് ബാങ്കാണ്. അപ്പോൾ ബാങ്ക് ക്രെഡിറ്റർ ആയിരിക്കും, കസ്റ്റമർ അവിടെ ഡെപ്റ്റർ ആയിരിക്കും. ഇനി നേരെ തിരിച്ച് ഡെപ്പോസിറ്റിൻ്റെ കേസാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെപ്റ്റർ ക്രെഡിറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 62. Who is referred to as the garnishee in a garnishee order? Option A the creditor, option B the debtor, option C the third party holding the debtor's asset, option D the judge issuing the order. ഒരു ഗാർണിഷി ഓർഡറിൽ ആരാണ് ഗാർണിഷി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ദ തേർഡ് പാർട്ടി ഹോൾഡിംഗ് ദ ഡെപ്റ്റേഴ്സ് അസറ്റ്. എന്താണ് ഗാർണിഷി ഓർഡർ? ഒരു തേർഡ് പാർട്ടിയുടെ കൈവശമുള്ള ജഡ്ജ്മെൻറ്റ് ഡെപ്റ്ററുടെ മണിയോ ഗുഡ്സോ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടി കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഓർഡറാണ് ഗാർണിഷി ഓർഡർ. ഏത് കോർട്ടാണ് എന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ സിവിൽ കോർട്ടാണ് വരുന്നത്. ഗാർണിഷി ഓർഡറിൽ നമുക്ക് 3 പാർട്ടീസാണ്: ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ, ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ, അതുപോലെ തന്നെ ഗാർണിഷി. ഗാർണിഷി എന്ന് പറയുന്നത് ബാങ്ക് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 63. Bankers lien is also known as option A general lien, option B implied pledge, option C AOB and option D none of this. Bankers lien also known as general lien or implied pledge. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബാങ്കിനാണ് ഇത്തരത്തിൽ കസ്റ്റമേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അവർ സെക്യൂരിറ്റിയായി വെക്കുന്ന പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള റൈറ്റ്. അതുകൊണ്ടാണ് ബാങ്കിൻ്റെ ലീൻ എന്ന് പറയുന്നത് ജനറൽ ലീൻ അല്ലെങ്കിൽ ഇംപ്ലൈഡ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 64. Right of set off is excised in case of option A future debts, option B debts due and determined, option C contingent liability and option D money deposit with some other specific purpose. Right of set off exercise ചെയ്യുന്നത് debts due and determined ആണ് ആൻസർ വരുന്നത്. ഒരു കസ്റ്റമർ ഒരു ബാങ്കിൽ ഒരേ പേരിൽ ഒരേ കപ്പാസിറ്റിയിൽ ഒന്നിലധികം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിലെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസുകൾ തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ബാങ്കിന് പറ്റും. അത് ഇത്തരത്തിൽ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന ഡ്യൂ ആയിട്ട് കിടക്കുന്ന ബാധ്യതകളാണ് ഇത്തരത്തിൽ സെറ്റ് ഓഫ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 65. Power of attorney is a document duly stamped as per Dash Act.
ഓപ്ഷൻ എ ബുക്ക് എവിഡൻസ് ആക്ട്, ഓപ്ഷൻ ബി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഓപ്ഷൻ സി സ്റ്റാമ്പ് ആക്ട് ആൻഡ് ഓപ്ഷൻ ഡി NI ആക്ട്. പവർ ഓഫ് അറ്റോർണി എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. അത് സ്റ്റാമ്പ് ആക്ട് പ്രകാരം കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 66. KYC മീൻസ് ഓപ്ഷൻ എ നോ യുവർ കസ്റ്റമർ, ഓപ്ഷൻ ബി നോ യുവർ ക്യാരക്ടർ, ഓപ്ഷൻ സി ബോത്ത് ഓഫ് എബവ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് എബവ്. KYC എന്ന് പറയുന്നത് നോ യുവർ കസ്റ്റമർ ആണ്. കസ്റ്റമേഴ്സിൻ്റെ, അതായത് ബാങ്കിലെ കസ്റ്റമേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാങ്കുകൾക്കും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും കമ്പൽസറി ആയിട്ട് വരുന്നതാണ് KYC പ്രൊസീജിയർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രിവെൻറ്റിംഗ് ഫൈനാൻഷ്യൽ ഫ്രോഡ്, ടെററിസ്റ്റ് ഫൈനാൻസിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു KYC പ്രോസസ്സ് കമ്പൽസറി ആക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 67. മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഓപ്ഷൻ എ ടേം ഡെപ്പോസിറ്റ്, ഓപ്ഷൻ ബി ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ഓപ്ഷൻ സി കണ്ടിജന്റ് ലയബിലിറ്റി ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. മെച്യൂരിറ്റി കഴിഞ്ഞിട്ടുള്ള മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. മെച്യൂരിറ്റി കഴിഞ്ഞതിന് ശേഷം എപ്പോൾ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നു ആ ഓൺ ടൈമിൽ അത് റീപേ ചെയ്യാനായിട്ട് ബാങ്ക് ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെയാണ് മെച്യൂർഡ് ടേം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 68. A promissory note is prepared by option A seller, option B debtor, option C creditor and option D none of this. Promissory note prepare ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഡെപ്റ്റർ ആണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് സെക്ഷൻ 4ലാണ് നമുക്ക് പ്രോമിസറി നോട്ടിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 2 പാർട്ടീസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 69. A check which is torn into 2 or more pieces are called option A materially altered, option B mutilated, option C marked and option D non-material. A check which is torn into 2 or more pieces എന്ന് പറയുന്നത് ഒരു മ്യൂട്ടിലേറ്റഡ് ചെക്കുകളാണ്. കീറിപ്പോയിരിക്കുന്ന അല്ലെങ്കിൽ ഓൾട്ടറേഡ് ചെയ്തിരിക്കുന്ന, അതിലെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ ആ ഒരു ചെക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ചെക്കുകളാണ് മ്യൂട്ടിലേറ്റഡ് ചെക്കുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 70. Cash credit facility extended by banks are option A non-fund based facility, option B fund based facility, option C contingent liability and option D none of the above. ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്, ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലോൺ. അതുകൊണ്ട് തന്നെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 71. Pledge is a special type of option A guarantee, option B contract, option C bailment and option D mortgage. പ്ലെഡ്ജ് എന്ന് പറയുന്നത് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബെയിൽമെൻ്റ് ആണ്. ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ആ ഒരു സ്പെഷ്യൽ പർപ്പസ് ഫുൾഫിൽ ചെയ്തതിന് ശേഷം ആ ഒരു ഗുഡ്സ് തിരിച്ച് റിട്ടേൺ ചെയ്യണം. അപ്പോൾ പ്ലെഡ്ജ് എന്ന് പറയുന്നത് എന്താണ്? സെക്യൂരിറ്റി ആയിട്ട് ഗോൾഡ് വെച്ചുകൊണ്ട് എടുക്കുന്നതാണ് പ്ലെഡ്ജ്. അതുകൊണ്ടാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 72. എ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് റെസ്ട്രിക്ട് dash of check. Option A transferability, option B negotiability, option C presentation and option D none of these. നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത് നെഗോഷ്യബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് സെക്ഷൻ 130ലാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ വാർണിംഗ് ടു ദ ട്രാൻസ്ഫറി ദാറ്റ് ഹി വിൽ നോട്ട് ഗെറ്റ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ ദാറ്റ് ഓഫ് എ ട്രാൻസ്ഫർ. ട്രാൻസ്ഫറേക്കാൾ മികച്ച ഒരു ടൈറ്റിൽ ട്രാൻസ്ഫറിക്ക് കിട്ടില്ല എന്നുള്ള ഒരു വാർണിംഗ് കൂടിയാണ് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 73. Which of the following is not a type of endorsement? Option A blank endorsement, option B restrictive endorsement, option C partial endorsement and option D free endorsement. തന്നിരിക്കുന്നതിൽ ഒരു ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഫ്രീ എൻഡോഴ്സ്മെൻ്റ് ആണ്. എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് സെക്ഷൻ 15ലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 2 പാർട്ടീസാണ് നമുക്ക് വരുന്നത്, എൻഡോസറും എൻഡോസിയും. എൻഡോസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പേഴ്സൺ ഹു എൻഡോസസ് ദ ഇൻസ്ട്രുമെൻറ്റ്. എൻഡോസി എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ടു ഹൂം ദ എൻഡോഴ്സ്മെൻറ്റ് ഈസ് മെയ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 74. Which crossing is not recognized by NI Act? Option A special crossing, option B account payee crossing, option C not negotiable crossing and option D general crossing. NI Actൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടാത്ത ക്രോസിംഗ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അക്കൗണ്ട് പേയി ക്രോസിംഗ് ആണ്. അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ അത് നെഗോഷ്യബിൾ അല്ല. അതുകൊണ്ടാണ് NI Actൽ അതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ പ്രൊവൈഡ് ചെയ്യാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 75. Which among the following is not under the priority sector lending scheme of RBI?
ഓപ്ഷൻ എ അഗ്രികൾച്ചർ, ഓപ്ഷൻ ബി MSME, ഓപ്ഷൻ സി ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ഓപ്ഷൻ ഡി റിയൽ എസ്റ്റേറ്റ്. പ്രയോറിറ്റി സെക്ടറിൽ വരാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി റിയൽ എസ്റ്റേറ്റ് ആണ്. MSME, അഗ്രികൾച്ചർ, ഫുഡ് പ്രോസസ്സിംഗ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹൗസിംഗ്, എഡ്യൂക്കേഷൻ ഇതൊക്കെ നമുക്ക് പ്രയോറിറ്റി സെക്ടറിൽ എന്തെങ്കിലും വരുന്നതാണ്. Question number 76. Asset acquired for long time operation or use of a business is called dash asset. Option A fixed asset, option B current asset, option C floating asset, option D fictitious asset. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോങ് ടൈം യൂസിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന അസറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫിക്സ്ഡ് അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 77. ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ടു ബ്രിങ് ആൻ അസറ്റ് പർച്ചേസ്ഡ് ഫോർ ഓഫീസ് ഡാഷ്. ഓപ്ഷൻ എ റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ബി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ സി പ്രോഫിറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഏത് ടൈപ്പ് എക്സ്പെൻഡിച്ചറിലാണ് ഉൾപ്പെടുത്തുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ആകുന്ന വരെയുള്ള എക്സ്പെൻസ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 78. ഡാഷ് ഈസ് നോട്ട് ഫ്ലോട്ടിംഗ് അസറ്റ്. ഓപ്ഷൻ എ ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്ഷൻ ബി ഡെറ്റേഴ്സ്, ഓപ്ഷൻ സി ക്യാഷ്, ഓപ്ഷൻ ഡി ബാഡറ്റ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഫ്ലോട്ടിംഗ് അസറ്റ് അല്ലാത്തത് എന്നാണ്. ഫ്ലോട്ടിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ബാഡറ്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇവയെല്ലാം കറണ്ട് അസറ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. എന്നാൽ ബാഡറ്റ് എന്ന് പറയുന്നത് ലോസ് ആണ്. അതുകൊണ്ട് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 79. കറണ്ട് അസറ്റ് ആർ ഓൾസോ കോൾഡ് ഡാഷ്. ഓപ്ഷൻ എ ഇൻടാഞ്ചിബിൾ, ഓപ്ഷൻ ബി മൂവബിൾ, ഓപ്ഷൻ സി സർക്കുലേറ്റിംഗ്, ഓപ്ഷൻ ഡി ഫിക്സഡ്. ഇവിടെ കറണ്ട് അസറ്റിൻ്റെ മറ്റൊരു പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സർക്കുലേറ്റിംഗ്. ഇതിന് കറണ്ട് അസറ്റിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഫ്ലോട്ടിംഗ് അസറ്റ് എന്നാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, സർക്കുലേറ്റിംഗ് അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 80. ഡെബിറ്റ് ഇൻ ആൻ അസറ്റ് മീൻസ് ഡാഷ്. ഓപ്ഷൻ എ ഡിക്രീസസ്, ഓപ്ഷൻ ബി ഇൻക്രീസസ്, ഓപ്ഷൻ സി മിനിമൈസസ്, ഓപ്ഷൻ ഡി ഡിമിനീഷസ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് അസറ്റിൻ്റെ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇൻക്രീസസ്. അസറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇൻക്രീസസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 81. ക്യാഷ് വിഡ്രോൺ ബൈ പ്രൊപ്പറേറ്റർ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ഡാഷ്. ഓപ്ഷൻ എ ഡ്രോവിങ്സ്, ഓപ്ഷൻ ബി ക്യാപിറ്റൽ, ഓപ്ഷൻ സി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ക്യാഷ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ക്യാഷ് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറേറ്റർ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി വിഡ്രോ ചെയ്തുകൊണ്ട് പോയ ക്യാഷ് ഏത് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ എൻട്രി വരുന്നത് ഡ്രോവിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് ആണ്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ടിലേക്കാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്യാഷ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 82. ദ അക്കൗണ്ട് വിച്ച് ഇൻക്രീസ്ഡ് ബൈ ഡെബിറ്റ് എൻട്രി ഡാഷ്. ഓപ്ഷൻ എ സെയിൽസ്, ഓപ്ഷൻ ബി സെയിൽസ് റിട്ടേൺസ്, ഓപ്ഷൻ സി പർച്ചേസ് റിട്ടേൺസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഡെബിറ്റ് എൻട്രി വഴി ഇൻക്രീസ് ചെയ്യുന്ന അക്കൗണ്ട് ഏതാണെന്നാണ്. ക്വസ്റ്റിനിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെയിൽസ് റിട്ടേൺ. സെയിൽസിന് വരുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആണ്, പർച്ചേസ് റിട്ടേൺസിനും ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, സെയിൽസ് റിട്ടേൺസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 83. As per dual aspect concept, option A asset equal to liabilities minus capital, option B asset equal to capital minus liabilities, option C asset equal to liabilities plus capital, ഓപ്ഷൻ ഡി ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് പ്ലസ് ലൈബിലിറ്റീസ്. ഇവിടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് അനുസരിച്ച് താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റീസ്. ഈ ഇക്വേഷൻ നമ്മൾ വേറൊരു രീതിയിലും കൂടി എഴുതാം. ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് മൈനസ് ലൈബിലിറ്റീസ്, അല്ലെങ്കിൽ ലൈബിലിറ്റീസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 84. നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട് ബിക്കോസ് ഡാഷ്. ഓപ്ഷൻ എ എൻറ്റിറ്റി കൺസെപ്റ്റ്,
ഓപ്ഷൻ ബി ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ്, ഓപ്ഷൻ സി കോസ്റ്റ് കൺസെപ്റ്റ്, ഓപ്ഷൻ ഡി മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ അക്കൗണ്ട് ബുക്സിൽ റെക്കോർഡ് ചെയ്യാത്തതിന് ഏത് കൺസെപ്റ്റ് അനുസരിച്ചാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അക്കൗണ്ട് ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 85. According to dash concept, it is assumed that the business will last for long time. Option A matching, option B going concern, ഓപ്ഷൻ സി കോസ്റ്റ്, ഓപ്ഷൻ ഡി എൻറ്റിറ്റി. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബിസിനസ്സിനൊരു ലോങ് ലൈഫ് ആണെന്നുള്ളത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിനൊരു ലോങ് ലൈഫ് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ലൈഫാണ് ബിസിനസ്സിനുള്ളതെന്നാണ് ഗോയിങ് കൺസേണിൽ പറയുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഗോയിങ് കൺസേൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 86. GAAP means dash. Option A generally adopted accounting principles, option B generally accepted accounting principles, option C generally approved auditing programs, option D generally accepted accounting procedure. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് GAAP ഫുൾ ഫോം എന്തെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 87. First journal entry in the new books of accounts to record asset, liabilities and capital of the previous year dash entry. Option A opening, option B closing, ഓപ്ഷൻ സി അഡ്ജസ്റ്റ്, ഓപ്ഷൻ ഡി ട്രാൻസ്ഫറി. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അസറ്റ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ഇവയുടെ പ്രീവിയസ് ഇയറിലെ ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്ത് നെക്സ്റ്റ് ഇയറിൽ അത് എൻ്റർ ചെയ്യുന്ന എൻട്രീനെ എന്തെന്നാണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓപ്പണിംഗ് എൻട്രി. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ ഇവയെല്ലാം പെർമനൻറ്റ് അക്കൗണ്ട്സ് ആണ്. പെർമനൻറ്റ് അക്കൗണ്ട്സിന് നമ്മൾ അതാത് വർഷം ബാലൻസ് ചെയ്ത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ അടുത്ത വർഷം നമ്മൾ ഓപ്പണിംഗ് എൻട്രി ആയിട്ടാണ് എഴുതുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓപ്പണിംഗ് എൻട്രി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 88. നരേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. ഓപ്ഷൻ എ ജേണൽ, ഓപ്ഷൻ ബി ലെഡ്ജർ, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി P&L അക്കൗണ്ട്. നരേഷൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ജേണൽ. ജേണലിൽ ഓരോ ജേണൽ എൻട്രിയുടെയും ബ്രീഫ് എക്സ്പ്ലനേഷനെയാണ് നമ്മൾ നരേഷൻ എന്ന് പറയുന്നത്. ആൻസർ വരുന്ന ഓപ്ഷൻ എ, ജേണൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 89. ഗുഡ്സ് ടേക്കൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ ഡൊമസ്റ്റിക് യൂസ് ഈസ് ഡെബിറ്റഡ് ടു ഡാഷ്. ഓപ്ഷൻ എ സെയിൽസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ഡ്രോ അക്കൗണ്ട്, ഓപ്ഷൻ സി പർച്ചേസ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പ്രൊപ്പറേറ്റർ ഗുഡ്സ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയി ഡൊമസ്റ്റിക് യൂസിന് വേണ്ടിയിട്ട് ഇവിടെ ഏത് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത് ഡ്രോവിങ്സ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ എൻട്രി വരുന്നത് ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ. ഇവിടെ വിഡ്രോ ചെയ്തുകൊണ്ട് പോയിരിക്കുന്ന ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. പർച്ചേസ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടതെന്നാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡ്രോവിങ്സ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 90. ഇഫ് ബോത്ത് ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് ഇറ്റ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ കോമ്പൗണ്ട് എൻട്രി, ഓപ്ഷൻ ബി ഓപ്പണിംഗ് എൻട്രി, ഓപ്ഷൻ സി ഡബിൾ എൻട്രി, ഓപ്ഷൻ ഡി കോൺട്രാ എൻട്രി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റും ഒരു ബുക്കിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഒരു അക്കൗണ്ടിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അതിന് എന്തെന്നാണ് പറയുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കോൺട്രാ എൻട്രി. ക്വസ്റ്റ്യൻ നമ്പർ 91. വിച്ച് വൺ ഓഫ് ദി ഫോളോവിംഗ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്? തന്നിരിക്കുന്നതിൽ ഔട്ട്പുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ പ്രിന്റർ, ഓപ്ഷൻ ബി സ്കാനർ, ഓപ്ഷൻ സി കീബോർഡ്, ഓപ്ഷൻ ഡി മൗസ്. ഏത് ആൻസർ വരിക? ഓപ്ഷൻ എ പ്രിന്റർ ആണല്ലേ. കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാൻ സാധിക്കും, ഇൻപുട്ട് ഡിവൈസുകളെന്നും ഔട്ട്പുട്ട് ഡിവൈസുകളെന്നും. കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നൽകുവാനായി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഇൻപുട്ട് ഡിവൈസുകൾ. അതിനൊരു ഉദാഹരണമാണ് എന്ത്? ഈ പറയുന്ന സ്കാനർ ആകട്ടെ, കീബോർഡ് ആകട്ടെ, മൗസ് ആകട്ടെ, ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണമാണ്. ഇനി നമ്മൾ അങ്ങനെ ഇൻപുട്ട് കൊടുത്തു, അങ്ങനെ കിട്ടിയ ഇൻപുട്സിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട അതിനെ കൃത്യമായി പ്രോസസ്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് തിരികെ നമുക്ക് വേണ്ട രീതിയിലേക്ക് ഇൻഫോർമേറ്റീവ് ഫോമിലേക്ക് തിരിച്ച് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസുകൾ വഴിയാണ് ലഭിക്കുക. അങ്ങനെ ഉള്ള ഔട്ട്പുട്ട് ഡിവൈസിന് ഉദാഹരണമാണ് പ്രിൻ്റർ ആകട്ടെ, മോണിറ്റർ ആകട്ടെ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്പീക്കർ ആകട്ടെ, ഇതെല്ലാം ഔട്ട്പുട്ട് ഡിവൈസുകൾക്ക് ഉദാഹരണമാണ്. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ പ്രിൻ്റർ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 92. കൺട്രോൾ ആൻഡ് ഷിഫ്റ്റ് കീസ് ആർ നോൺ ആസ്. കൺട്രോൾ ഷിഫ്റ്റ് കീസ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഓപ്ഷൻ എ മോഡിഫയർ കീസ്, ഓപ്ഷൻ ബി ഫംഗ്ഷൻ കീസ്, ഓപ്ഷൻ സി ആരോ കീസ്, ഓപ്ഷൻ ഡി സ്പെഷ്യൽ കീസ്. ഏത് ആൻസർ വരിക?
ഓപ്ഷൻ എ മോഡിഫയർ കീസ് ആണ്. മറ്റൊരു കീയെ മോഡിഫൈ ചെയ്യുവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീകളെയാണ് മോഡിഫയർ കീസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഇപ്പോൾ നമുക്കറിയാം കൺട്രോൾ അല്ലേ, കൺട്രോൾ പ്ലസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, സെലക്ട് ഓൾ. എയുടെ കൂടെ ആഡ് ചെയ്യുകയാണ് അല്ലേ, മോഡിഫൈ എ എന്ന കീയെ മോഡിഫൈ ചെയ്യാൻ ആഡ് ചെയ്യുകയാണ് കൺട്രോൾ എ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, സെലക്ട് ഓൾ എന്ന ഫംഗ്ഷൻ അവിടെ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് കീ ആയി മാറുവാണല്ലേ അത്. അപ്പോൾ നോക്കാം ഇവിടെ ആൻസർ വരിക മോഡിഫയർ കേസ് ആണ്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 93. വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു അൺഡു ദ ലാസ്റ്റ് ആക്ഷൻ? ലാസ്റ്റ് ചെയ്ത ആക്ഷനെ അൺഡു ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ കൺട്രോൾ Z, ഓപ്ഷൻ ബി കൺട്രോൾ Y, ഓപ്ഷൻ സി കൺട്രോൾ I, ഓപ്ഷൻ ഡി കൺട്രോൾ E. ഏത് ആൻസർ വരിക? ഓപ്ഷൻ എ കൺട്രോൾ Z ആണ് എന്തിനു വേണ്ടി, അൺഡു ചെയ്യുക എന്നുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ. നേരെ മറിച്ച് കൺട്രോൾ Y ആണെങ്കിലോ റീഡു ആണ്. റീഡു ചെയ്യുക എന്നതാണ് കൺട്രോൾ Yയുടെ അല്ലെങ്കിൽ കൺട്രോൾ Y എന്ന ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കൺട്രോൾ I ആണ്. എന്താണ്, ഇറ്റാലിക്സ് ഫോമിലേക്ക് കൊണ്ടുവരാൻ ഇറ്റാലിക്സ് ആണ് കൺട്രോൾ I എന്ന് പറയുന്നത്. ദെൻ കൺട്രോൾ E ആണെങ്കിലോ സെൻട്രൽ അലൈൻമെൻ്റ് ആണ്. സെൻട്രൽ അലൈൻമെൻ്റ് ആണ് കൺട്രോൾ E എന്ന് പറയുന്നത്. ഷോർട്ട് കട്ട് കീസ് എന്താണെങ്കിലും നിങ്ങൾ എക്സാമിന് മുമ്പ് നോക്കിയിട്ട് വേണം പോകാൻ. കൺട്രോൾ എ നമ്മൾ പറഞ്ഞല്ലേ സെലക്ട് ഓൾ, അതുപോലെ തന്നെ കൺട്രോൾ S ആണെങ്കിൽ സേവ് ചെയ്യാൻ, കൺട്രോൾ പ്ലസ് P ആണെങ്കിൽ പ്രിൻറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 94. The process of starting computer by loading instructions from secondary storage device into computer memory is called option A startup, option B loading, option C paging, option D booting. എന്താ ചോദിച്ചിരിക്കുന്നത്? The process of starting a computer by loading instructions from secondary storage deviceൽ നിന്നും കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എത്തുന്ന അല്ലെങ്കിൽ ലോഡ് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ബൂട്ടിംഗ് ആണ്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് അത് പ്രവർത്തന സജ്ജമാകുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സാണ് ബൂട്ടിംഗ് എന്നറിയപ്പെടുന്നത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 95. Every computer connected to the internet is identified by a unique 4-part string known as option A IP address, option B subdomain name, option C domain name, option D host name. എന്താ വരിക? എല്ലാ കമ്പ്യൂട്ടറും എന്താണ് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടറിനെയും ഐഡൻറ്റിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് 4 പാർട്ടുകളോട് കൂടിയൊരു സ്ട്രിങ് ഉണ്ട്. അതറിയപ്പെടുന്ന പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരിക ഓപ്ഷൻ എ IP അഡ്രസ് അഥവാ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ആണ്. IP എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ആണല്ലേ. അതായത് ഇൻ്റർനെറ്റ് മുഖാന്തരം നമ്മൾ ആശയവിനിമയം നടത്തുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ട സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ IP അഡ്രസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 96. ദ ഫോളോവിങ് ടോപ്പോളജി ഹാസ് ഹയസ്റ്റ് റിലയബിലിറ്റി. ഏറ്റവും റിലയബിലിറ്റി കൂടിയ ടോപ്പോളജി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഓപ്ഷൻ എ മെഷ് ടോപ്പോളജി, ഓപ്ഷൻ ബി റിംഗ്, ഓപ്ഷൻ സി ബസ്, ഓപ്ഷൻ ഡി സ്റ്റാർ. ഏതാ വരിക? നമുക്കറിയാം ഓപ്ഷൻ എ മെഷ് ടോപ്പോളജി ആണല്ലേ. ഏറ്റവും റിലയബിലിറ്റി കൂടിയ ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി. എന്താണ് മെഷ് ടോപ്പോളജി? നമുക്കറിയാം ഓരോ കമ്പ്യൂട്ടേഴ്സിനും ഈ ഒരു ടോപ്പോളജി പ്രകാരം ഇപ്പോൾ ഒരു 4 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെന്നിരിക്കട്ടെ എക്സാമ്പിൾ കേട്ടോ. ഈ ഓരോ കമ്പ്യൂട്ടേഴ്സും മറ്റ് കമ്പ്യൂട്ടറുകളുമായിട്ട് ഏതെങ്കിലുമൊക്കെ വിധേന ഇൻ്റർലിങ്ക് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ സപ്പോസ് ഈ ഒരു കേബിള് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം കേടായി അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷനിലല്ല എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഇവരുടെ ആശയവിനിമയത്തെ ഒരു രീതിയിലും ഇത് എന്താണ് അഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഹയസ്റ്റ് റിലയബിലിറ്റി ഉള്ള എന്താണ് ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വയറോ കേബിളോ അല്ലെങ്കിൽ ഈ പറയുന്ന സിസ്റ്റമോ ഒക്കെ കേടായാലും ഈ പറയുന്ന ആശയവിനിമയത്തെ അത് ബാധിക്കുകയില്ല. ദെൻ സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് റിംഗ് ടോപ്പോളജിയാണ്. ഇവിടെ കമ്പ്യൂട്ടറുകൾ എന്താണ് ഒരു റിങ്ങിൻ്റെ ഫോർമാറ്റിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു സിസ്റ്റമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേബിളോ ഒക്കെ കേടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്ന എൻറ്റയർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ അത് നെഗറ്റീവായി ബാധിക്കും. നേരെ മറിച്ച് നെക്സ്റ്റ് വൺ ആണ് ബസ് ടോപ്പോളജി. ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കേബിളിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ സിസ്റ്റംസ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കേബിളിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ എൻറ്റയർ നെറ്റ്വർക്കിങ്ങിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാർ ടോപ്പോളജി. സ്റ്റാർ ടോപ്പോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന നടുക്ക് അല്ലെങ്കിൽ ഏറ്റവും മിഡിൽ പൊസിഷനിൽ ഒരു സിസ്റ്റം ഉണ്ടാകും. അതിലേക്ക് മറ്റുള്ള കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു സ്റ്റാർ ഫോമാറ്റിൽ മറ്റുള്ള കമ്പ്യൂട്ടറുകളെ ഈ നടുക്കത്തെ അല്ലെങ്കിൽ സെൻട്രൽ പൊസിഷനിലെ സിസ്റ്റവുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സെൻട്രലിലെ കമ്പ്യൂട്ടറിനെ അറിയപ്പെടുന്ന പേരാണ് ഹബ്ബ്. അവിടെ ഓർക്കുക
ഇവിടെ ഈ ഒരു സിസ്റ്റം കേടായി എന്ന് പറഞ്ഞ് മറ്റുള്ള സിസ്റ്റത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയത്തിനെ യാതൊരു വിധത്തിലും അത് അഫക്റ്റ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഹബിന് എന്തെങ്കിലും പ്രവർത്തനം അല്ലെങ്കിൽ ഹബിൻ്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഒരു കോൺവെർസേഷനും അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റവും പിന്നീട് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കുകയില്ല. അപ്പോൾ ഓർക്കുക, ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ മെഷാണ്. ഏറ്റവും ഹയസ്റ്റ് റിലയബിൾ ആയിട്ടുള്ള ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി. നെക്സ്റ്റ് വൺ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 97. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് റിഫേഴ്സ് ടു സ്മോൾ സിംഗിൾ സൈറ്റ് നെറ്റ്വർക്ക്? ഓപ്ഷൻ എ LAN, ഓപ്ഷൻ ബി DSL, ഓപ്ഷൻ സി USB, ഓപ്ഷൻ ഡി RAM. തന്നിരിക്കുന്നതിൽ നിന്നും ഏറ്റവും സ്മോൾ സിംഗിൾ സൈറ്റ് നെറ്റ്വർക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായി നമുക്കറിയാലേ ഏതാണ് ഏറ്റവും ചെറുത്? LAN ആണല്ലേ. ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് LAN എന്ന് പറയുന്നത്. ഒരു വീടിനുള്ളിൽ നെറ്റ്വർക്കിംഗ് ലഭ്യമാക്കാൻ, ഒരു ഓഫീസിനുള്ളിൽ നെറ്റ്വർക്കിംഗ് ലഭ്യമാക്കാനൊക്കെയാണ് LAN യൂസ് ചെയ്യുന്നത്. LAN അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു WAN അഥവാ വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലേ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് അതിന് ഉദാഹരണമാണ്, ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഇൻ്റർനെറ്റ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു MAN, ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം പഠിക്കണം കേട്ടോ. MAN അഥവാ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 98. ഫുൾ ഫോം ഓഫ് ISP. ISPയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക. ഫസ്റ്റ് വൺ ഇൻ്റർനാഷണൽ സർവീസ് പ്രൊവൈഡർ, ഓപ്ഷൻ ബി ഇൻ്റർനെറ്റ് സെർച്ച് പ്രൊവൈഡർ, ഓപ്ഷൻ സി ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആൻഡ് ഓപ്ഷൻ ഡി ഇൻ്റർനെറ്റ് സർവീസ് പ്രൊഡക്ടിവിറ്റി. എന്താണ് ISP എന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ്. ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഷോർട്ട് ഫോംസ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം. അതുപോലെ തന്നെ പഠിക്കേണ്ട ഒരു ഷോർട്ട് ഫോമാണ് WWW. വേൾഡ് വൈഡ് വെബ് എന്നാണ് WWW. WWWൻ്റെ വരുന്നത്, അല്ലെങ്കിൽ അബ്രീവിയേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക. വേൾഡ് വൈഡ് വെബ്. ഇനി WWW ആണെങ്കിലോ ഇതിൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്താലോ വേൾഡ് വൈഡ് വെബ് വേം എന്നാണ് വരിക. നെക്സ്റ്റ് വൺ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 99. HTTP stands for ഓപ്ഷൻ എ ഹൈപ്പർ സ്പേസ് ടെക്നിക്സ് ആൻഡ് ടെക്നോളജി പ്രോസസ്, ഓപ്ഷൻ ബി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ഓപ്ഷൻ സി ഹൈപ്പർ സ്പേസ് ടേംസ് ആൻഡ് ടെക്നോളജി പ്രോട്ടോകോൾ, ഓപ്ഷൻ ഡി ഹൈപ്പർ ലിങ്ക് ട്രാൻസ്ഫർ ടെക്നോളജി പ്രോട്ടോകോൾ. ഏത് ആൻസർ വരിക? HTTP നമ്മുടെ സ്ഥിരം പ്രീവിയസ് ആയിരുന്നു അല്ലേ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഇൻ്റർനെറ്റിലൂടെ ആശയവിനിമയങ്ങളൊക്കെ നടത്തുമ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് പ്രോട്ടോകോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ HTTP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 100. വിച്ച് ഷോർട്ട് കട്ട് കീ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് കറണ്ട് പീരീഡ് ഇൻ ടാലി? ടാലിയിൽ കറണ്ട് പീരീഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഈ തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ F2, ഓപ്ഷൻ ബി Alt പ്ലസ് F2, ഓപ്ഷൻ സി F3 ദെൻ ഓപ്ഷൻ ഡി Alt പ്ലസ് F3. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി Alt പ്ലസ് F2 ആണ്. F2 ആണെങ്കിൽ എന്താണ്? ഡേറ്റ് ചേഞ്ച് ചെയ്യാനാണ് അല്ലേ. ഡേറ്റ് ചേഞ്ച് ചെയ്യാനാണ്. ഇനി F3 ആണെങ്കിലോ ആക്സസ് കമ്പനി മെനു ആണ് അല്ലേ. ആക്സസ് കമ്പനി മെനു എടുക്കാനാണ് F3 ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ Alt പ്ലസ് F3 ആണെങ്കിലോ സ്വിച്ച് ടു അനദർ കമ്പനി അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയെ സെലക്ട് ചെയ്യാനാണ് Alt പ്ലസ് F3. സ്വിച്ച് ടു അനദർ കമ്പനിയാണ് Alt പ്ലസ് F3 യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ പ്രൊമോഷൻ ടെസ്റ്റുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ നോക്കിയത്. എല്ലാവരും നന്നായി പഠിച്ച് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.